ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാൾ ഒരു ഡസൻ ആപ്പിൾ, അതായത് 12 എണ്ണം 50 രൂപയ്ക്ക് വാങ്ങി, ഓരോന്ന് 5 രൂപയ്ക്ക് വിറ്റു. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ലേ? ഒരാപ്പിൾ 5 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 10 ആപ്പിൾ വിൽക്കുമ്പോൾ തന്നെ ഈ 50 രൂപ കിട്ടിയില്ലേ? അപ്പോൾ എന്തായാലും നഷ്ടം വരാൻ സാധ്യതയില്ല, ലാഭമായിരിക്കും വരിക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബിയും ഡിയും ഇനി ശ്രദ്ധിക്കേണ്ട. എ ആണോ സി ആണോ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ലാഭം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റ വില മൈനസ് വാങ്ങിയ വില ആയിരിക്കുമല്ലോ. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഒരു ആപ്പിൾ വിറ്റപ്പോൾ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ആപ്പിൾ വിറ്റ വില എത്രയാ? 5 രൂപ. അത് നമുക്കറിയാം. അത് മൈനസ് ഒരു ആപ്പിൾ വാങ്ങിയ വില എത്രയാണ്? 50/12 ആയിരിക്കുമല്ലോ. അതായത് ഒരു ഡസൻ ആപ്പിൾ വാങ്ങിയത് 50 രൂപയ്ക്കാണെങ്കിൽ ഒരു ആപ്പിൾ വാങ്ങിയത് 50/12 ഇനി നമുക്ക് ഇതിൻ്റെ ഛേദം ഒരുപോലെ ആക്കിയിട്ടൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അതായത് 12 ഇവിടെ 12 ഛേദമാക്കണമെങ്കിൽ നമ്മൾ 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 60 മൈനസ് 50 എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ 10/12 ആയിരിക്കും. 10/12 നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5/6 എന്ന് കിട്ടുമല്ലോ. 5ന് നമുക്കൊന്ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? 5/6 5ൽ പോവില്ല, അപ്പോൾ 0 എന്ന് കിട്ടി. പിന്നെ നമ്മളൊരു പോയിന്റ് ഇടണം. ഇവിടെ 0 കിട്ടും, ബാക്കി 5. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചില്ലേ? ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞത് 1.2 ആണ്. 0 പോയിന്റ് വരുന്നത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കൊന്ന് മുഴുവൻ ചെയ്ത് നോക്കാം. നമ്മളൊരു 0 കൂടെ ഇങ്ങോട്ട് ഇറക്കിയിടുന്നു. 50ൽ 8 പ്രാവശ്യം പോവും. 8 48. ശിഷ്ടം 2 കിട്ടും. ഒരു 0 കൂടെ ഇറക്കിയിടുന്നു. 20ൽ 3 പ്രാവശ്യം പോവും. 3 18. വീണ്ടും 2. ഇനിയും 3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. അതായത് നമ്മുടെ ഉത്തരം അപ്രോക്സിമേറ്റ്ലി ഏകദേശം 0.83 ലാഭം കിട്ടുമെന്നാണ്. അത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടല്ലോ. ഓപ്ഷൻ എ 0.83 ഓരോ ആപ്പിളിനും ലാഭം കിട്ടുന്നു.